ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5 യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജിഞ്ചർ കീബോർഡ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കീബോർഡിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തത്. മെയിനായിട്ട് എന്ന് പറയാൻ ഇമോജി, ഗിഫ്, തീം, ഗെയിംസ് ഒക്കെ ഈ ഒരു കീബോർഡിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീബോർഡിലായിട്ട് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇത് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ടു എനബിൾ സജഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ പെർമിഷൻസ് എല്ലാം കൊടുക്കുക. ഈ ഒരു കീബോർഡിൽ നമുക്ക് ആദ്യം തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ സൈഡിൽ തീംസ് കാണാം. ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് തീംസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട തീംസും ഈ ഒരു കീബോർഡിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, കളേഴ്സ് ഒക്കെ വെച്ചിട്ട് കീബോർഡിന് വരുന്ന നമ്പേഴ്സ്, കീസിനൊക്കെ ഏത് കളർ കൊടുക്കുക എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അധികം പരസ്യമൊന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ് ഇത്. കൂടുതലായിട്ട് പരസ്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിംസ് ആണ്. ഈ ഗെയിംസ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കീബോർഡിൽ നമുക്ക് ക്ലാസിക്കായിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഒരുപാട് ഗെയിംസ് എന്ന് പറഞ്ഞാൽ 6 ഗെയിംസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഗെയിമും പിന്നെ അതുപോലെ സ്നൈക്കിൻ്റെ ഗെയിമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഗെയിംസ് എന്തിനാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തി, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റീപ്ലൈ തരാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുകയെന്ന് വിചാരിച്ചോ റീപ്ലൈക്ക് വേണ്ടിയിട്ട്. ആ ടൈമിൽ നമുക്ക് ബോറടി മാറ്റാനൊക്കെ ഈ ഒരു ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ജസ്റ്റ് ആ ഗെയിമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗെയിം സെലക്ട് ചെയ്തിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൾ വന്നു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ കീബോർഡിലോട്ട് പെട്ടെന്ന് പോകും. അപ്പോൾ നമുക്ക് ചാറ്റ് വീണ്ടും തുടരാൻ പറ്റും. ഗെയിംസ് മാത്രമല്ല നമുക്കിതിൽ ഓരോ നോട്ടൊക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഈ ഒരു കീബോർഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള, റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു കീബോർഡിലുണ്ട്. അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ വീഡിയോ വാൾപേപ്പർ, റിംഗ് ട്യൂണ്, സൗണ്ട് നോട്ടിഫിക്കേഷൻ, ഇത് 4 ഐറ്റംസ് കിട്ടുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ 100 മില്യൺ ഡൗൺലോഡുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഹോം പേജിൽ ഒരു വീഡിയോ ഗോൾഡ് ഫിഷിൻ്റെ ഹോം സ്ക്രീൻ വാൾപേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ ഒരുപാട് വാൾപേപ്പറുകൾ കാണാൻ പറ്റും. ജസ്റ്റ് സൈഡിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കാറ്റഗറി തന്നെ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓരോ കാറ്റഗറിയിലും ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ടും വാൾപേപ്പേഴ്സ് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 4 ലൈന് കാണാൻ മുകളിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോ, റിംഗ് ട്യൂണ്, അതുപോലെ തന്നെ സൗണ്ട് നോട്ടിഫിക്കേഷൻ 4 സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു റിംഗ് ട്യൂൺ ആയിക്കോട്ടെ, സൗണ്ട് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, വീഡിയോ വാൾപേപ്പർ, സാധാ നോർമലി വാൾപേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ഉള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ആഡ്സ് കണ്ടിട്ടാണ്. അപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ആഡ്സ് വരുന്നുണ്ട്. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്.
വീഡിയോയിൽ കാണുന്ന 5 ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് കളേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഗാലറിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോനെ കളറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഓൾഡ് ഫോട്ടോസൊക്കെ കയ്യിലുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേര് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകുമ്പോൾ വരാം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെർമിഷൻസ് എല്ലാം ചോദിക്കും. അതെല്ലാം എലോ കൊടുക്കുക. എലോ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്കാൻ ചെയ്യാൻ എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ല. അപ്പോൾ ഞാൻ ഗാലറിയിലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് കളറാക്കി തരാം. നിങ്ങൾക്കത് കാണാൻ പറ്റും. ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫയലിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെ ഫയലിൽ എവിടെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇരിക്കുന്നത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിലോട്ട് അപ്ലോഡ് ആകും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളർ ഫോട്ടോ ആക്കി മാറ്റാൻ പറ്റും. ഇതേപോലെ കളറാക്കി മാറ്റാം. എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. നാലാമത്തെ ആപ്ലിക്കേഷനിലോട്ട് പോവാം. നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഫേക്ക് അക്കൗണ്ടൊക്കെ എടുക്കാൻ പറ്റിയവർക്കുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സെക്കൻഡ് ലൈൻ ആപ്പ് എന്നാണ്. ഇതിൽ വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ട് നമുക്ക് USA നമ്പർ കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് സൈനപ്പ് എന്നുള്ളടത്ത് കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുമ്പോൾ പേഴ്സണലി ഇമെയിൽ ID കൊടുക്കേണ്ട, ഫേക്കായിട്ട് എന്തെങ്കിലും ഒരു ഇമെയിൽ ID അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഈ 2 ബോക്സിൽ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് സൈനപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോയുടെ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫേക്ക് വാട്സപ്പ് അക്കൗണ്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വിവരങ്ങൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളത് കാണാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോ നമ്പർ എടുക്കുന്നവരെ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം കൂടുതൽ സമയം ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. മാത്രമല്ല ഇമെയിൽ ID കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇമെയിൽ ID ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ, അതായത് ഇമെയിൽ IDയുടെ ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. എന്നിട്ട് ബാക്കി എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ലാസ്റ്റ് @gmail.com എന്ന് മാത്രം വന്നാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എന്തെങ്കിലും ഒരു ഇമെയിൽ ID അടിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡോണ്ട് യൂസ് ലൊക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ ഏരിയ കോഡ് കൊടുക്കും. ഏരിയ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് 587 കൊടുക്കുക. കനേഡിയൻ ഏരിയ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. കനേഡിയൻ്റെ ഏത് ഏരിയ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്പേഴ്സ് കാണാൻ പറ്റും. ഈ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു നമ്പർ ബാനഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കനേഡിയൻ ഏരിയ കോഡിലുള്ള നമ്പേഴ്സൊന്നും അങ്ങനെ ബാൻ വരാറില്ല. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, അടുത്ത നമ്പർ നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കാണാം. ഫേക്ക് അക്കൗണ്ട് എടുക്കുന്ന സെക്കൻഡ് ലൈൻ ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VPN ഓണാക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഫയലായിട്ടും അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാലാമത്തെ ആപ്ലിക്കേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 5ാമത്തെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. 5ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിവൈസ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് വരുന്നത്, നമ്മുടെ ഡിവൈസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊസസ്സർ ഇൻഫർമേഷൻ ഉണ്ട്, CPU എന്ന് പറഞ്ഞിട്ട് സെൻസറിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെൻസർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്സും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് നോക്കാൻ പറ്റും. മാത്രമല്ല നമുക്കിവിടെ ടെസ്റ്റ് അടിക്കാൻ പറ്റും. അതായത് ഓരോ സർവീസ് ഉണ്ട് നമുക്ക് ഫോണിൽ വരുന്നത്, അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സെൻസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, മൈക്ക വർക്കിംഗ് ആണോ, അതൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. Close till I get up, time is barely on our side. I don't wanna waste what's left.
storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on